നിങ്ങളിപ്പോൾ ഓസ്ട്രേലിയൻ സ്റ്റുഡൻറ്റ് വിസ അപ്ലൈ ചെയ്യാനിരിക്കുകയാണെങ്കിൽ നിങ്ങൾ ഒരു അഡീഷണലായിട്ട് ഒരു 3 ലക്ഷം കൂടി കരുതിയിരിക്കുകയല്ല കണ്ടുപിടിക്കണം. അതായത് ഓസ്ട്രേലിയൻ സ്റ്റുഡൻറ്റ് വിസയുടെ ഫണ്ട് റിക്വയർമെൻറ്റായി അവർ ഒരു 5205 ഓസ്ട്രേലിയൻ ഡോളർ കൂട്ടി. എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ റുപ്പീസ് ഒരു 2,80,000 രൂപ കൂട്ടി. എന്ന് മുതൽ 10/5/2024, അതായത് മെയ് 5 2024 മെയ് 5 തൊട്ട് ഈ എമൗണ്ട് കൂട്ടി. അപ്പോൾ ഈ ഫണ്ട് റിക്വയർമെൻറ്റ് ഇൻക്രീസ് ചെയ്തതിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾ ഇപ്പോൾ നിങ്ങളുടെ ഫൈനാൻഷ്യൽ കപ്പാസിറ്റി അല്ലെങ്കിൽ ഫണ്ട് റിക്വയർമെൻറ്റ് കാണിക്കുമ്പോൾ നിങ്ങളുടെ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ഇയറിലെ ആനുവൽ ഇൻകം എന്ന് മുതൽ മെയ് 5 2024 മുതൽ കാണിക്കുമ്പോൾ അത് ഓസ്ട്രേലിയൻ ഡോളർ 72,500 മാറി അത് ഓസ്ട്രേലിയൻ ഡോളർ 87,856 മാറി. അതായത് നോക്കുകയാണെങ്കിൽ ഒരു 14,000 ഓസ്ട്രേലിയൻ ഡോളറിൻ്റെ വ്യത്യാസം വന്നു. 14,000 അല്ല, 15,300 ഓസ്ട്രേലിയൻ ഡോളർ കൂടി. അതായത് ഏകദേശം ഇതിൻ്റെ പകുതി എന്ന് പറയുമ്പോൾ ഏകദേശം 13 ഒരു 7 ലക്ഷം മൊത്തമായിട്ട്, അതായത് നമ്മുടെ ലാസ്റ്റ് ഫൈനാൻഷ്യൽ ഇയറിൽ നമ്മുടെ ഇൻകം ഒരു 7 ലക്ഷം കൂടുതൽ കാണിക്കേണ്ടി വരും. അപ്പോൾ ഇതിനെക്കുറിച്ച് നിങ്ങൾ പേടിക്കേണ്ട. ഞാൻ മുമ്പ് ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് എങ്ങനെയാണ് ഫണ്ട് റിക്വയർമെൻറ്റ് കാണിക്കാൻ. നമ്മുടെ ശമ്പളം മാത്രമല്ല, നമുക്ക് പല ഡെപ്പോസിറ്റും ബാക്കി പല കാര്യങ്ങളൊക്കെ കാണിക്കാം. ഓസ്ട്രേലിയൻ ഫണ്ട് റിക്വയർമെൻറ്റ് എങ്ങനെ കാണിക്കാം എന്നുള്ള വീഡിയോയിൽ ഞാനത് പറയുന്നുണ്ട്. നിങ്ങൾക്കത് ഒന്നുകൂടി വാച്ച് ചെയ്ത് നോക്കാവുന്നതാണ്. എന്നാൽ ഞാൻ ഇപ്പോൾ പറഞ്ഞ ഈ എമൗണ്ട് ഉണ്ടല്ലോ, അത് സ്റ്റുഡൻറ്റ് മാത്രം വരികയാണെന്നുള്ള കാര്യമാണ്. ഇപ്പോൾ സ്റ്റുഡൻറ്റിൻ്റെ ഗാർഡിയനോ അല്ലെങ്കിൽ സ്റ്റുഡൻറ്റിൻ്റെ പാർട്ട്ണറോ അല്ലെങ്കിൽ സ്റ്റുഡൻറ്റിൻ്റെ കൂടെ കുട്ടിയോ വരാണെങ്കിൽ ഈ എമൗണ്ടിന് വ്യത്യാസം ഉണ്ടാവും. ആ തുക ഞാൻ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കിയാൽ നിങ്ങൾക്ക് ഒരു ഏകദേശം ഐഡിയ കിട്ടും. ഇപ്പോൾ നിങ്ങൾ വിചാരിക്കേണ്ടാവും എന്തിനാണ് ഈ പൈസ കൂട്ടിക്കൊണ്ടിരിക്കണതെന്ന്. അപ്പോൾ ഇത് നിങ്ങൾ ഇങ്ങോട്ട് വരാണ്ടിരിക്കാൻ വേണ്ടിയല്ല ഈ പൈസ കൂട്ടണേ. ഇത് നിങ്ങളിവിടെ വന്നിട്ട് നിങ്ങൾക്ക് ഇവിടെ ബുദ്ധിമുട്ടുണ്ടാവാണ്ടിരിക്കാൻ വേണ്ടിയാണ് ഈ പൈസ ഗവൺമെൻറ് കൂട്ടുന്നത്. അപ്പോൾ ഗവൺമെൻറ്റിന് ഈ ഫണ്ട് റിക്വയർമെൻറ്റിന് ഒരു കാൽക്കുലേഷൻ ഉണ്ട്. അത് എന്തിനെ ബേസ്ഡ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓസ്ട്രേലിയൻ താമസിക്കുമ്പോൾ, അതായത് ഓസ്ട്രേലിയൻ മിനിമം വേജിൻ്റെ ഒരു 75% നമുക്ക് മീറ്റ് ചെയ്യാൻ പറ്റണം. അപ്പോൾ ഓസ്ട്രേലിയയിൽ ഒരു വർഷത്തെ ശമ്പളത്തിൻ്റെ 75% നമുക്ക് ഫണ്ടായിട്ട് കാണിക്കേണ്ടി വരും. എന്തുകൊണ്ടാണ് 75% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അക്കാഡമിക് ഇയറിൽ 25%, അതായത് ആ ഒരു വർഷത്തിൻ്റെ 25% നമുക്ക് പഠനം ഉണ്ടാവില്ല. അപ്പോൾ ഒരു വലിയ ഹോളിഡേ ആയിരിക്കും. ആ ഹോളിഡേ സമയത്ത് നിങ്ങൾക്ക് നാട്ടിൽ പോയി ജീവിക്കാം. അങ്ങനെ ആ നേരത്തെ ഫണ്ട് സേവ് ചെയ്യാം. ഇവിടെ നിൽക്കുകയാണെങ്കിൽ നിങ്ങൾ നാട്ടിൽ പോകണില്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഫുൾ ടൈം അൺറെസ്ട്രിക്റ്റഡ് ആയിട്ട് വർക്ക് ചെയ്ത് പൈസ ഏൺ ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് 75% പറയണേ. 25% നിങ്ങൾക്ക് ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾക്ക് ഇവിടെ ജോലി ചെയ്ത് കണ്ടുപിടിക്കാൻ. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് നാട്ടിൽ പോയി ഇവിടെ പൈസ ചിലവാക്കാണ്ട് നാട്ടിൽ നിന്ന് ആ പൈസ സേവ് ചെയ്യാം. അതുകൊണ്ടാണ് 75% ഓഫ് ഓസ്ട്രേലിയൻ മിനിമം വേജിൻ്റെ, ഒരു വർഷത്തെ മിനിമം വേജിൻ്റെ 75% നിങ്ങൾ ഫണ്ടായിട്ട് കാണിക്കേണ്ടത്. അപ്പോൾ ഒരു ഓസ്ട്രേലിയൻ ഒരു അക്കാഡമിക് ഇയറിൽ 25, അതായത് ഒരു വർഷത്തിൽ 25% നമുക്ക് ഹോളിഡേ ആയിരിക്കും, അവധിയായിരിക്കും, വലിയ വെക്കേഷൻ ആയിരിക്കും. പ്രത്യേകിച്ച് ഒരു ഡിസംബർ തൊട്ട് ഒരു ഫെബ്രുവരി, അതായത് ഒരു 3 മാസത്തോളം, ഒരു വർഷത്തിൽ 3 മാസം, 3.5-4 മാസത്തോളം നമുക്ക് വെക്കേഷൻ ആയിരിക്കും. വെക്കേഷൻ ടൈമിൽ നിങ്ങൾക്ക് അൺലിമിറ്റഡ് ആയിട്ട് വർക്ക് ചെയ്യാം. ബാക്കിയുള്ള സമയത്ത് 20 മണിക്കൂറേ വർക്ക് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ ആ ഒരു ഇത് വെച്ചിട്ടാണ് ഇവരുടെ കാൽക്കുലേഷൻ നടക്കുന്നത്. അപ്പോൾ നമ്മുടെ ഓസ്ട്രേലിയൻ ഗവൺമെൻറ് പറയുന്നത് 3 കാരണങ്ങളാണ് മെയിനായിട്ട് പറയുന്നത് ഈ ഫണ്ട് റിക്വയർമെൻറ്റ് കൂട്ടിയതിൻ്റെ. അതിലത്തെ ഒന്നാമത്തെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഫൈനാൻഷ്യൽ ഡിസ്ട്രെസ്, അതായത് നിങ്ങൾക്ക് ഇവിടെ വന്നു കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഫൈനാൻഷ്യൽ ആയിട്ട്, അതായത് പൈസയുടെ കാര്യം കൊണ്ടുള്ള സ്ട്രെസ്സ് കുറയ്ക്കാൻ പറ്റും. അതായത് ഓസ്ട്രേലിയയിലത്തെ കോസ്റ്റ് ഓഫ് ലിവിങ് കൂടിപ്പോയി.
ഇൻഫ്ലേഷൻ വന്ന് ഇപ്പം വളരെ കൂടി നിൽക്കുകയാണ്, എല്ലാവർക്കും എല്ലാം ഭയങ്കര ചിലവാണ്. അപ്പോൾ അത് കൂടി നിൽക്കുകയാണ്. ആ കൂടി നിൽക്കുന്ന സ്ട്രെസ്സ് കുറയ്ക്കാൻ വേണ്ടിയാണ് അവർ ഈ ഫൈനാൻഷ്യൽ കപ്പാസിറ്റി, എക്സ്ട്രാ ഫൈനാൻഷ്യൽ കപ്പാസിറ്റി കാണിക്കാൻ പറഞ്ഞതിൻ്റെ ഒരു കാരണം. രണ്ടാമത്തെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫൈനാൻഷ്യൽ കപ്പാസിറ്റിയുടെ സ്ട്രെസ്സ് വരുമ്പോൾ പിള്ളേർ എന്ത് ചെയ്യും, അവരിവിടെ വിസ കണ്ടീഷൻ ബ്രീച്ച് ചെയ്യും. അതായത് ആഴ്ചയിൽ 20-24 മണിക്കൂർ എന്നുള്ള ആ കണ്ടീഷനിൽ നിന്ന് അവർ ചിലപ്പോൾ 40 മണിക്കൂർ പഠിക്കുന്ന സമയത്ത് വർക്ക് ചെയ്യാൻ ശ്രമിക്കും. അപ്പോൾ ആ വിസ കണ്ടീഷൻ ബ്രീച്ച് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരുടെ വിസ ക്യാൻസലാവാം. അത് കണ്ടുപിടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ വിസ ക്യാൻസലാവാം, അവരുടെ ഭാവിയിലുള്ള പെർമനൻറ്റ് റെസിഡൻസിക്കൊക്കെ ഇഷ്യൂ വരാം. അതില്ലാണ്ടിരിക്കാൻ വേണ്ടിയാണ് പറയുന്നതാണ് രണ്ടാമത്തെ ഈ കണ്ടീഷൻ. പിന്നെ മൂന്നാമത്തെ കണ്ടീഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫൈനാൻഷ്യൽ സ്ട്രെസ് വരുമ്പോൾ ഈ എംപ്ലോയേഴ്സ് ഈ പിള്ളേരെ പറ്റിക്കാൻ ശ്രമിക്കുക. അതായത് ഓസ്ട്രേലിയയിലെ മിനിമം വേജ് കൊടുക്കാണ്ട് അതിന് ബിലോ മിനിമം വേജ് കൊടുത്ത് ഇവരെ ഇവിടുത്തെ ടാക്സി കൂടെ കടത്താണ്ട് ക്യാഷ് ഇൻ ഹാൻഡ് കയ്യിൽ കൊടുത്ത് അവരെ കുറഞ്ഞ വിലയ്ക്ക് പണിയെടുപ്പിച്ച് ഇവിടുത്തെ കുറേ എംപ്ലോയീസ് ലാഭം ഉണ്ടാക്കും. അതും ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയാണ് അവർ ഈ ഫണ്ട് റിക്വയർമെൻറ്റ് എക്സ്ട്രാ കാണിക്കാൻ പറയുന്നത്. അപ്പോൾ ഈ എക്സ്ട്രാ ഫണ്ട് ഉണ്ടാകുമ്പോൾ നമുക്ക് ഇങ്ങനെ കുറഞ്ഞ വിലയ്ക്ക് പണിയെടുക്കാൻ പോകണ്ട, കൂടുതൽ അവേഴ്സ് പണി ചെയ്യേണ്ട, എന്നാൽ ഫൈനാൻഷ്യൽ സ്ട്രെസ് ഉണ്ടാവില്ല എന്നാണ് ഗവൺമെൻറ് വിചാരിക്കുന്നത്. എന്നാൽ ഈ വില വ്യത്യാസം കണ്ട് നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങളിവിടെ വന്ന് നിങ്ങൾ കുറച്ച് കൂട്ടുകാരെ കണ്ടുപിടിച്ച് നിങ്ങൾ ഒരുമിച്ച് ഒരു സ്ഥലത്ത് താമസിക്കുകയാണെങ്കിൽ നിങ്ങളുടെ പൈസ വളരെ അധികം കുറയ്ക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ വന്ന് പെട്ടെന്ന് പല കൂട്ടുകാരെയും കണ്ട് എല്ലാവരും കൂടി ഒരു സ്ഥലത്ത് താമസിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ആ പൈസയുടെ ആവശ്യം കുറയും. നിങ്ങൾ ഫണ്ട് കാണിച്ചാൽ മതി. ഇവിടെ വരുമ്പോൾ അത് ഉപയോഗിക്കണം എന്നില്ല. നിങ്ങൾക്ക് അത്രയും ചിലവായില്ലെങ്കിൽ നിങ്ങൾക്ക് അത്രയും സേവിങ്സ് ആണ്. അപ്പോൾ നിങ്ങളാരും ഇത് കണ്ട് പേടിക്കേണ്ട ആവശ്യമില്ല. സ്റ്റുഡൻറ്റ് വിസയ്ക്ക് അപ്ലൈ ചെയ്യുക, ഫണ്ട് ഉണ്ടാക്കാൻ നോക്കുക. അപ്പോൾ ഫണ്ട് ഉണ്ടാക്കാനുള്ള വഴികൾ ഞാൻ ആ വീഡിയോയുടെ ലിങ്ക് ഇതിൽ പറയാം. പലതരത്തിൽ നമുക്ക് ഫണ്ട് കാണിക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഇപ്പോൾ സ്റ്റുഡൻറ്റ് വിസയ്ക്ക് അപ്ലൈ ചെയ്യാൻ നിൽക്കുന്നവർക്ക് ഇത് കാണിച്ചു കൊടുത്താൽ അവർക്ക് ഈ എക്സ്ട്രാ ഫണ്ട് റിക്വയർമെൻറ്റ് മീറ്റ് ചെയ്യാനുള്ള പരിപാടികൾ അവർക്ക് പെട്ടെന്ന് തുടങ്ങാൻ പറ്റും. താങ്ക് യു ഫോർ വാച്ചിങ് ദ ഓഡ് ക്യാച്ചി ടോക്ക്.